വായോ കുഞ്ഞു വായോ പൊന്നേ ബാ എന്നാ പൊന്നിന് മുട്ടായിന്നാ മുട്ടായിന്നാ. ഓ ഏത് കയ്യിലെ മുട്ടായി? ഈ കയ്യിലെ മുട്ടായി ഈ കയ്യിലെ മുട്ടായി? അതാ രണ്ട് കയ്യിലും ഇല്ല മുട്ടായി. കുഞ്ഞിന് മുട്ടായി വേണം. ചക്ക വീണിട്ടുണ്ട്. ചക്ക എടുക്കാട്ടാ. അപ്പോഴേ നമ്മള് പാലക്കാടൊക്കെ പോയി. ഇപ്പോൾ കുറച്ച് നേരമായിട്ട് വന്നിട്ടുള്ളൂ. 3:45 കയ്യിലേട്ട വന്നപ്പോൾ പാലക്കാട് പോയി വന്നു. ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങിയൊക്കെ കഴിഞ്ഞപ്പോൾ ഇല്ലേ മഴയില്ല. ഇവിടുന്ന് കുറച്ചപ്പുറത്ത് ഞങ്ങളുടെ കനാല് വലിയ കനാലിൻ്റെ അപ്പുറം നോക്കിയപ്പോൾ നല്ല വെയിൽ. ഇവിടെയാണെങ്കിലോ പെരും മഴ. ഓരോ ഭാഗത്തേക്കാണ് മഴ ആവുന്നുണ്ട്. ഇപ്പം ഇന്ന് നമ്മൾ കുറേ കൂട്ടുകാർ പറഞ്ഞൊരു വീഡിയോ ആണ് കേട്ടോ. കുറേ കൂട്ടുകാർ പറഞ്ഞൊരു വീഡിയോ ആണ്. പറഞ്ഞ് ചോദിച്ചൊരു വീഡിയോ ആണ്. കുറേ ഒരു വീഡിയോ ഉണ്ടെങ്കിൽ അതിൻ്റെ താഴെ കമൻറ്റ് കൂടെ ഉണ്ടാവും, ചേച്ചി നിങ്ങൾ എന്താ വീഡിയോ ചെയ്യാനുള്ള കാരണം, അതേപോലെ തന്നെ വീഡിയോയ്ക്ക് വേണ്ടി നിങ്ങൾ വാങ്ങിയ സാധനങ്ങൾ നിങ്ങൾ ഏത് മൈക്കാണ് ഉപയോഗിക്കുന്നത് എന്നൊക്കെ ഉള്ളത്. അപ്പം എന്നാൽ അതന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഒന്നാമത് അതല്ല, ഇന്ന് എന്തെങ്കിലും കുക്കിംഗ് വീഡിയോ എടുക്കാനൊന്നും വയ്യ. ഭയങ്കര തലവേദനയൊക്കെ ഇട്ട് ഞാൻ പറഞ്ഞിരുന്നല്ലോ. ഇതിനെപ്പറ്റിയൊന്നും എനിക്ക് കൂടുതൽ പറയാൻ അറിയില്ല. അതൊക്കെ അനിയട്ടൻ തന്നെ പറഞ്ഞാലാണ് ശരിയാവുള്ളൂ. അതങ്ങനെയാണ് കേട്ടോ. അറിയാത്ത കാര്യങ്ങൾ നമ്മൾ പറയാൻ പാടില്ലല്ലോ. അപ്പോൾ ഏട്ടാ ഐശ്വര്യമായിട്ട് തുടങ്ങിക്കോളി. അതാ മക്കളുടെ വണ്ടി വന്നു കേട്ടോ. ഏട്ടന്മാർ വരട്ടെ. ഇതാണ് കേട്ടോ നമ്മൾ ഫസ്റ്റ് യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്ത ഫോണാണിത്. അപ്ലോഡ് ചെയ്താൽ മാത്രമല്ല, ഈ ഫോണിലാണ് നമ്മൾ ഫസ്റ്റ് തുടക്കം ഇതിലായിരുന്നു. ഇതിൽ വീഡിയോ എടുത്ത് ഇതിലാണ് എത്രയോ 1.5 വർഷത്തോളം നമ്മളിതിൽ ഈ ഫോണാണ് ഉപയോഗിച്ചിരുന്നത് കേട്ടോ. വിവോ. അപ്പോൾ ഒരു 3 വർഷത്തോളം ഞാൻ ഉപയോഗിച്ചതിന് ശേഷമാണ് എനിക്ക് കിട്ടിയത് ആ പരിപാടികളൊക്കെ അതിന് തുടങ്ങിയത് കേട്ടോ. അപ്പോൾ പിന്നെ ഒരു 1.5 കൊല്ലത്തോളം മാക്സിമം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഡിസ്പ്ലേ ഒക്കെ പോയി. എന്നാലും നമുക്ക് ആ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഇതെങ്ങനെ വെച്ചാണ് ഡിസ്പ്ലേ ഒക്കെ പോയി. വിവോൻ്റെ അത്യാവശ്യം നല്ലൊരു ഫോണായിരുന്നു. ഒരുപാട് കാലം നമ്മളത് ഉപയോഗിച്ചു. വേണ്ടേന്ന് കൊട വേണ്ടേ? എന്റെ കത്തി കൊണ്ടോട്ടോ. കൊട കൊണ്ടേക്ക്. അവന് കൊട വേണ്ടാത്രേ. വയലറ്റ് രണ്ട് നിന്റെ അല്ലേ? അധികം കൊണ്ടോണ്ട. ടാറ്റ. നാളെ കാണാം. നാളല്ലേ? ഇനി തിങ്കളാഴ്ച. കൊട അധികം കൊണ്ടോണ്ടാ അറിയാ. മഴക്കാലല്ലേ? ഒന്നിവിടെ വെച്ച് മറന്നാലും കുഴപ്പമില്ല. കൊട വെച്ചിട്ടല്ലേ? ഫോണ് കാണിച്ചില്ലേ? പിന്നെ ഇതാണ് അടുത്ത സാധനം. ഇതിന്റെ ഒരു കാലുതാ. ഇതിന് കാലുതാ. അച്ഛതിൽ വെക്കട്ടെ. അച്ഛൻ വെക്കട്ടെ ഇതില്. ഇതാണ് ഇതിൻ്റെ അവസ്ഥ കേട്ടോ. ഇതിന് നല്ല പഴക്കമുണ്ട്. ഇത് നമ്മൾ വാങ്ങിയത് ആ വീഡിയോ ഒക്കെ ട്രാക്കിൽ കയറിയ സമയമായിരുന്നു. ഇങ്ങനെ ഒരു 1000-2000 ഒക്കെ വ്യൂ വന്നിരുന്ന സമയത്ത് അന്ന് ഞാനന്ന് കോഴിക്കോട് പോകാൻ നിൽക്കുകയായിരുന്നു. അപ്പോൾ നമ്മുടെ അങ്ങനെ വീഡിയോ എടുക്കാൻ സൗകര്യം ഇല്ലാണ്ടെങ്കിൽ എട്ടങ്ങറായി, പൈസ ഇല്ല, ഒക്കെ ബുദ്ധിമുട്ടിക്കും. അതിലാണ് പൈസ തന്നിട്ട് വാങ്ങിയത്. അതിലാണ്ട് കടയിൽ നിന്ന് പൈസ ഇല്ലാണ്ട് എന്താ ചെയ്യുക? ഒന്ന് ചെറുതൊന്നുണ്ടായിരുന്നു 100 രൂപയുടെ ആ സ്റ്റിക്കിലെ വലിയ ഒരു സ്റ്റിക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അത് താഴെ വീണ് പൊട്ടിപ്പോയപ്പോൾ എന്താ ചെയ്യുക? ഇത് വാങ്ങാതെ നിവർത്തിയില്ല പറഞ്ഞിട്ട് അപ്പോൾ അമ്മ അനിയേട്ടന് എവിടെയെങ്കിലും കട വാങ്ങാൻ ഭയങ്കര മടിയാണ്. അപ്പം അമ്മ വേഗം പോയി എന്താ അവരുടെ കടയിൽ നിന്ന് അവിടുന്ന് പൈസ വാങ്ങിയിട്ട് വന്നിട്ട് അങ്ങനെ ഞാൻ പോയിട്ട് വാങ്ങിയിട്ട് വന്നതാണ്. ഞാനും ഏട്ടനും പാടെ പോയിട്ട് ഇതിവിടെ വാങ്ങിക്കൊണ്ടുവന്ന് കൊടുത്തിട്ടാണ് ഞാൻ കോഴിക്കോട് പോയത് കേട്ടോ. അപ്പോൾ നല്ലൊരു ഓർമ്മയാണ് ഈ സാധനം. അപ്പോൾ ഇത് 1200 രൂപ വിലയുള്ളതാണ്. ഇതിൻ്റെ കാലിന് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് വില അവർ കുറച്ച് തന്ന്. അതെ, പക്ഷെ നമുക്ക് കൂടുതൽ ഉപയോഗിക്കാനൊന്നും പറ്റിയില്ല. നമ്മളിത് ഇങ്ങനെ ഒരിടത്ത് നിർത്തില്ല. ഞാനുണ്ടെന്ന് പറഞ്ഞാൽ ഇതുകൊണ്ട് ഇങ്ങനെ നടക്കുകയും ചെയ്യും. അപ്പോൾ കാരണം ഒരുപാടൊന്നും അത് ഉപയോഗിച്ചിട്ടില്ല. അത് ഉപയോഗം അങ്ങനെ തന്നെ എങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഉപയോഗിക്കണമല്ലോ. ഒരു റിമോട്ടൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പോയി. ഇതിപ്പോൾ ഇന്ന് റിമോട്ട് നമ്മൾ ഇപ്പോൾ വാങ്ങിയത് കേട്ടോ. ഇതിനിടയ്ക്ക് നമ്മളിത് വേറെ സാധനം ഉണ്ട്. അപ്പോൾ അത് കേടുവന്നപ്പോൾ തൽക്കാലം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് റിമോട്ട് വാങ്ങിയത്. അതിലേക്ക് ഇന്നലെ ബാറ്ററി വാങ്ങി. വേറെ റിമോട്ട് വാങ്ങി കുറച്ച് കഴിയുമ്പോഴേക്ക് ബാറ്ററി ആണല്ലോ. ഇങ്ങനെ സംഭവമാണ്. അപ്പോൾ എന്താ വെച്ചാൽ അതിൽ വെറുതെ കെട്ടി വെച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ നമുക്കത് അഴിച്ചിട്ട് എവിടെയെങ്കിലും സെൽഫി ദൂരം നിന്നൊക്കെ എടുക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിമോട്ടിൽ നമുക്കിനെ കൺട്രോൾ ചെയ്യാൻ എളുപ്പമാണ്.
അല്ല ഇത് നമ്മളെ പോലുള്ളവർ വാങ്ങുന്ന സംഭവമാണ് കേട്ടോ. അല്ലാത്തവർക്കൊക്കെ ഇങ്ങനെയൊക്കെ പിടിക്കുന്ന സംഭവം ഉണ്ട് അല്ലേ, ഡിംബല്. വേറെ സാധനങ്ങൾ കാണിച്ചു തരാം. ഇത് ഇതിൻ്റെ ഒരു ഭാഗമാണ് കേട്ടോ. തുടക്കം ഇതൊക്കെ വെച്ചിട്ടായിരുന്നു തുടക്കം. ഇതല്ല, നമുക്ക് ഇതിനു മുന്നേ 3-4 വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഫസ്റ്റൊക്കെ ഉപയോഗിച്ചിരുന്നെങ്കിൽ 300 രൂപയുടെ 350 രൂപയുടെയൊക്കെ ആയിരുന്നു കേട്ടോ. അതിലൊക്കെ ഫോൺ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പേടിയാണ്. കാരണം അതൊക്കെ പെറിഞ്ഞപ്പോഴും വീഴാൻ അറിയില്ല. അങ്ങനെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത് എത്ര ഉയരെ കിട്ടും, അത് മറിഞ്ഞു വീഴണമെന്നും അറിയില്ല. അങ്ങനെയായിരുന്നു. ഇപ്പം അത് അങ്ങനത്തെ 2-3 നമ്മൾ തുടക്കത്തിൽ കേട്ടോ, ഇപ്പോഴൊന്നുമല്ല, തുടക്കത്തിൽ അങ്ങനെ. കാരണം എന്താ വെച്ചാൽ വീഡിയോ എടുക്കാൻ ഫോൺ ഇങ്ങനെ പിടിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മുടെ കയ്യിൽ ഒതുങ്ങുകയില്ല. ഇതാണ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനം ഒതുക്കി പിടിച്ച് കഴിഞ്ഞാൽ ലെവൽ കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെ വാങ്ങിയാണ്. അന്ന് മൈക്ക് എന്തൊന്നല്ല, വയറൊക്കെ ഉള്ള മൈക്കായിരുന്നു. നമുക്കൊരു 3 മീറ്റർ നീളത്തിൽ പോകാൻ പറ്റും. അതിൻ്റെ ഉള്ളിൽ കടന്ന് ഇങ്ങനെ കളിക്കാനേ പറ്റും. അതിനപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഫോണൊക്കെ മറിയും. ഇതിങ്ങനെ വെച്ചിട്ട് അതിൽ ഫോൺ ഇങ്ങനെ കുത്തി കൊടുത്താലാണ് ഉപയോഗിക്കുക. വയർ മൈക്കായിരുന്നു അത്. ബോയ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ ആയിരുന്നു. അത് വെച്ചിട്ട് നമ്മൾ കുറേ ഒന്നുമല്ല, അത് വെച്ചിട്ട് കുക്കിംഗ് ചെയ്യുന്ന സമയത്ത് ഇത് വെച്ചിട്ടൊന്നും ഓർമ്മ കിട്ടില്ല. ലാസ്റ്റ് ആയപ്പോഴേക്കൊന്നും ഓർമ്മ കിട്ടാണ്ടായി. അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ഫോൺ മറിഞ്ഞു വീഴും. അങ്ങനെ ആയിട്ട് നമുക്കൊന്നും എന്തും ചെയ്യാൻ ഒരു പരിമിതിക്കുള്ളിൽ നിന്നിട്ട് ചെയ്യാൻ പറ്റും. കാരണം ഫോൺ ഒരുപാട് പ്രാവശ്യം വീണിട്ടുണ്ട്. കാരണം എന്തെങ്കിലും വെച്ചിട്ട് അറിയാണ്ട് എന്തെങ്കിലും ശ്രദ്ധിച്ചിരിക്കുന്ന സമയത്ത് അങ്ങോട്ട് നീക്കിയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ഫോണ് വീട്ടിലൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് പിന്നീട് നമ്മൾക്ക് ഈ വയർലെസ് മൈക്ക് എന്നൊക്കെ പറഞ്ഞൊരു സംഭവം ഉണ്ടെന്ന് അറിയുന്നത്. അങ്ങനെ പിന്നീട് അത് വാങ്ങിയത്. അപ്പോൾ ഞാനതൊക്കെ കാണിച്ചു തരാം. നല്ലൊരു പെട്ടി, രാശിയില്ലാത്ത പെട്ടി കേട്ടത്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ക്യാമറയാണ് കേട്ടോ. അല്ലേ, ഇത് നമ്മളൊന്ന് റീലുകളൊക്കെ ഇങ്ങനെ എടുത്ത് ഒന്നിങ്ങനെ അനങ്ങി വരുന്ന സമയത്ത് ഈ ഫോണിന് തീരെ ക്ലാരിറ്റി ഇല്ലാതെ ഈ ഒരു സമയത്ത് എന്തെടുത്താലും അതിങ്ങനെ പച്ചയിലേക്ക് മഞ്ഞയില പോലെ തോന്നുന്നൊരു സമയം വന്നു. തീരെ വീഡിയോ എടുക്കാൻ പറ്റാണ്ട് ബുദ്ധിമുട്ടിയപ്പോൾ എന്തെന്നൊരു ആശീർവാദം, അങ്ങനെ എന്തെന്നോ ആശീർവാദം മുത്തൂറ്റുന്ന എന്തെന്നോ ഒരു ലോൺ ആശീർവാദമില്ലേ അങ്ങനെ വാങ്ങിയ ക്യാമറ ഇട്ടത് 6000 രൂപ വിലയുള്ളതാണ്. നമ്മൾ ഒരു വീഡിയോ ഇതൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. എന്താണ് പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നമ്മുടെ കയ്യിലുള്ള മൈക്ക് അതിൽ കണക്ട് ചെയ്യാൻ പറ്റില്ല. വീഡിയോ എങ്ങനെ എടുത്താലും ഇതിന് സൗണ്ട് ഉണ്ടാവില്ല. അപ്പോൾ പക്ഷേ ഫോട്ടോ എടുക്കാൻ അടിപൊളിയാണ്. നമുക്ക് ഫോട്ടോ എടുക്കലല്ലല്ലോ ആവശ്യം. അപ്പോൾ ഇത് വെറുതെ ലോണെടുത്ത പൈസ, ലോണെടുത്ത പൈസ വെറുതെ പോയിട്ടോ. 6000 രൂപയ്ക്ക് വാങ്ങിയിട്ട് ഒന്നും നമുക്ക് ഉപയോഗിക്കാൻ പറ്റാനില്ല. ഇതിൽ കുറേ സാധനങ്ങൾ. ഇതിലെന്താ വെച്ചെങ്കിൽ നമുക്ക് വെള്ളത്തിൻ്റെ അടിയിൽ നിന്നൊക്കെ ഷൂട്ട് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊക്കെ പറ്റുന്ന ഇങ്ങനെ വെള്ളത്തിൻ്റെ അടിയിൽ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഷൂട്ട് ചെയ്യാനൊക്കെ പറ്റുന്ന രീതിക്കാണ്. പക്ഷേ വെള്ളത്തിൻ്റെ അടിയിൽ നിന്ന് ഷൂട്ട് ചെയ്തിട്ട് അല്ലല്ലോ വോയിസ് കിട്ടണ്ടേ. അപ്പോൾ നമുക്കിപ്പോൾ അന്ന് അത്യാവശ്യം വ്ളോഗൊക്കെ ചെയ്യുന്ന സമയത്ത് വോയിസ് നിർബന്ധമല്ലേ. അപ്പോൾ അങ്ങനെ 6000 രൂപ പോയി കിട്ടി ഇതിൽ. അതാണ് പിന്നെ ഒരു ഉപകാരമില്ലാണ്ട് 6000 പോയി കിട്ടി. ഇതിപ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് അമ്മ കൊടുത്താൽ എന്തെങ്കിലുമൊക്കെ ഫോട്ടോ എടുത്ത് കളിക്കട്ടെ, അല്ലാതെ ഇതിപ്പോൾ ഒന്നിനും ഉപയോഗിക്കാറില്ല ഇതിൽ. നീ എവിടേക്കെങ്കിലൊക്കെ പോകുമ്പോൾ അത് കൊണ്ടുപോകണല്ലേ മുട്ടി? ഒന്നിനും പറ്റില്ല. ഇത് എന്തിനാണ് പറ്റുന്നതിന്? ഇതിന്റെ കുട്ടി കളിക്കാൻ വേണ്ട മുത്തേ. നമ്മൾ ഇത് മാത്രല്ല കേട്ടോ, ഇതിലേക്ക് വേണ്ടിയിട്ട് ഇതിൽ ആ ഫോണ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ല മൈക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരുപാട് സാധനങ്ങൾ വേണ്ട. അതാ അല്ലേ, ഒരുപാട് സാധനങ്ങൾ. ഇതൊക്കെ ഇതിന് ശേഷം കുറേ സാധനങ്ങളുണ്ട്. ഈ പിന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് എത്ര നടന്നേക്കണോ വെച്ചിട്ടാ. ഈ ഒരു പിന്നില്ലേ, ഈ ഒരു പിന്നിന് വില 400 രൂപയാണ്. ഇതൊക്കെ പിന്നീട് ഈ ക്യാമറയ്ക്ക് വേണ്ടിയിട്ട് ചിലവാക്കിയതാണ്. പിന്നൊന്നും ഇട്ട് കഴിഞ്ഞാൽ ഇതിന് വോയിസ് കിട്ടില്ല. അതേപോലെ ഇതാ ഉണ്ട്. അതേപോലുള്ള സാധനം തന്നെയാണ്. ഇതൊന്നും ഇട്ട് കഴിഞ്ഞാൽ പറ്റില്ല. അങ്ങനെ അതിനൊരുപാട് പൈസ ചിലവാക്കി. കാരണം നമുക്ക് ആ തുടക്കത്തിൽ ആ ഒരു താല്പര്യത്തിൻ്റെ മേലെ ചെയ്യുന്നുണ്ടത്. കാരണം അല്ലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഭ്രാന്തായിട്ടൊക്കെ വേറെ വല്ലവരൊക്കെയാണ് പറഞ്ഞാൽ ഇതൊക്കെ ഭ്രാന്തായിട്ട് ഇട്ട് പോയിട്ടുണ്ടാവും. നമുക്കതിൽ ആ ക്രൈസ് കുടുങ്ങുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും അതിൽ ചെയ്തേ പറ്റുമെന്നുള്ളൊരു ഇതിൽ വലിയ ഇതാണ്. ഇത് എന്തിൻ്റെ സംഭവം എന്നറിയില്ല. നമുക്ക് ഇന്നലെ കൂട്ടുകാരെ കൊണ്ടുവന്ന ലാസ്റ്റ് എന്തായാലും നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടുന്നു പറഞ്ഞിട്ട് ഒരു ഇലക്ട്രീഷ്യനാണ് ആൾ. അപ്പോൾ അങ്ങനെ കൊണ്ടുവന്നതാണ്. ഇതും വേസ്റ്റായി.
പിന്നീട് 2 കൂടി ഇതിൻ്റെ കൂടെ ഉണ്ട്, അത് പുറത്തോടെ എല്ലാവരും വിചാരിക്കും ഇത് എളുപ്പമുള്ള ഒരു കാര്യമാണ്, പക്ഷെ എന്താ ചെയ്യാൻ താല്പര്യമുള്ള കുറെ നമ്മളിതിൽ അങ്ങനെ ഇൻട്രസ്റ്റ് ആയിട്ട് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതൊന്നും പിന്നിക്ക് പോകാൻ പറ്റില്ല. അതങ്ങനെ ഒരു പ്രശ്നമുണ്ട്. കാരണം നമ്മളൊരു ദിവസം വീഡിയോ ഇട്ടില്ല. അപ്പോൾ പണ്ടത്തെ കാലത്തൊക്കെ എന്താ പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ പുറത്തു കൂടെ ഓരോ വീട്ടിൽ പണിയുന്ന സമയത്ത് കൂട്ടുകാരൊക്കെ ഇങ്ങനെ പറയും, വെറുതെ ഇത് വിചാരിക്കുന്ന മാതിരില്ല ആൾ യൂട്യൂബറാണ് കേട്ടോ എന്നൊക്കെ പറയും. അപ്പോൾ എന്താ ചാനലിൻ്റെ പേര് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എത്ര സബ്സ്ക്രൈബറാണ് അറിയാം. അപ്പോൾ 50 40 എന്നൊക്കെ പറയുമ്പോൾ ഒരു സങ്കടം ഉണ്ട് കേട്ടോ. ചില്ലറ എന്നറിയാം, നമ്മളങ്ങോട്ട് ഇല്ലാതെയായി പോകും. അപ്പോൾ ആ സമയത്തൊക്കെ നമുക്കതല്ലാതെ വേറെ വഴിയില്ല, എങ്ങനെയെങ്കിലും വീഡിയോ എടുക്കണം അല്ല. കാരണം ഓരോ ആളുകളിങ്ങനെ ഇങ്ങനെ വന്ന് അറിഞ്ഞ് ചോദിച്ച് അന്ന് വീഡിയോ അല്ലേ വെറുതെ അവർ ഒരു പക്ഷേ ചിലപ്പോൾ കളിയാക്കാനായിരിക്കും ചോദിക്കുന്നുണ്ടാവും കേട്ടോ. എന്നാലും വീഡിയോ ഇല്ലേ എന്ന് പറയുമ്പോൾ നമുക്കൊരിടങ്ങറ അങ്ങനെ പ്രാന്തായിട്ട് വാങ്ങിക്കൂട്ടിയതാണ് ഇതൊക്കെ. ഇതൊക്കെ ലോൺ എടുത്തിട്ട് വാങ്ങുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, വാങ്ങണ്ട ഇനി കേട്ടോ, എനിക്ക് ഉള്ള കടം വീടട്ടെ എന്നിട്ടല്ലേന്ന്. ഏട്ടൻ്റെ ഒരു ആവേശത്തിന് വാങ്ങിയതാണിത്. അല്ല അന്ന് വേറെ വഴിയില്ല. കാരണം റീൽ അന്നായാലും ഇന്നായാലും റീലിന് എത്ര ക്വാളിറ്റി വിഷ്വൽ ക്വാളിറ്റി എങ്ങനെയുണ്ടോ അതിനനുസരിച്ചാണ് അത് കണ്ടൻറ്റ് എത്ര നന്നായാലും അപ്പോഴാണ് ആ വീഡിയോ ഓടും. പിന്നെ ഇതാണ് നമ്മൾ ഫസ്റ്റ് വാങ്ങിയ വയർലെസ് മൈക്ക്. ഇതാണ് കേട്ടോ നമ്മുടെ മൈക്ക് ഏതാണെന്ന് എല്ലാവരും ചോദിച്ചായിരുന്നു. ഇതാണത്. ഇപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന കമ്പനി തന്നെയാണ് കേട്ടോ, ഗ്രെനാരോ എന്നാണ് ഇതിൻ്റെ പേര്. അത് നമ്മൾ ഫോണിൽ കണക്ട് ചെയ്യാനുള്ള ഒരു അഡാപ്റ്ററാണ്. ഇതൊന്നും ആ ക്യാമറയിലേക്ക് കുത്താൻ പറ്റില്ല കേട്ടോ. പിന്നെ ഇതിൻ്റെ മൈക്ക് പറയുന്ന ഇതാണ്. 2 മൈക്ക് ഉണ്ടായിരുന്നു. ഇതിൽ എന്താ പ്രശ്നം വെച്ചാൽ ചാർജ് ആവില്ല. ചാർജ് നിൽക്കാതെ ചാർജ് കയറില്ല. ഇതിൽ വെച്ച് കഴിഞ്ഞാൽ ചാർജ് കയറില്ല. അങ്ങനെ ആയിപ്പോയി. അപ്പോൾ നമ്മളിത് ഏകദേശം ഒരു വർഷം ഉപയോഗിച്ചില്ല. 6 മാസം മേലെ ആയപ്പോൾ 6-7 മാസം ആയപ്പോഴേക്ക് ഇത് കംപ്ലൈൻ്റ് ആയിട്ടോ. അതുവരെയൊക്കെയാണ് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. 6-7 മാസം, 1 കൊല്ലം ഉപയോഗിച്ചുകൊണ്ടല്ലേ? ഏകദേശം 1 കൊല്ലം ഉപയോഗിച്ചു കേട്ടോ. 1 കൊല്ലം ഉപയോഗിച്ചപ്പോഴേക്ക് പിന്നെ നമുക്ക് ഇത് വിശ്വസിച്ചിട്ട് നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റണ്ടേ. കാരണം എവിടെങ്കിലും 2 വെള്ള കളർ കണ്ടില്ലേ, ഇത് ഇൻഡിക്കേറ്റർ ആണ് കേട്ടോ. നമ്മൾ ഇത് ഫോണിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലൈറ്റ് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. ഇതിലുണ്ട് അതേമാതിരി ഇത് അവിടെ ഇങ്ങനെ ഒരു ലൈറ്റ് ഉണ്ട്. അപ്പോൾ ഇതിങ്ങനെ നീല കളർ വരും. നീല കളർ വന്നു കഴിഞ്ഞാൽ ഇത് കണക്റ്റിംഗ് ആയി എന്നാണ് അർത്ഥം. പക്ഷേ നമുക്കിത് വീഡിയോ ഇതിങ്ങനെ കുത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ ചിലപ്പോൾ ആ നീല കളറ് വ്യക്തമായിട്ട് കാണില്ല. അപ്പോൾ എന്താ വെച്ചാൽ പ്രശ്നം, നമ്മൾ വീഡിയോ ഒക്കെ ചെയ്ത് ലാസ്റ്റ് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഏതിനും വോയിസ് ഉണ്ടാവില്ല. ഇതിൻ്റെ അന്ന് ഇത് വാങ്ങുന്ന സമയത്ത് വില 4000 രൂപ ഉണ്ടായിരുന്നു കേട്ടോ. 3800-4000 രൂപയ്ക്ക് അടുത്ത് തന്നെ വില. അതിന് വിലയുള്ളതാ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വേറെ ഒന്ന് വാങ്ങിയതാണ് വില പറഞ്ഞ് വാങ്ങിയത്. അപ്പോൾ ഇത് 3800 രൂപയെ 4000 രൂപയ്ക്ക് 4000 എന്നാണ് എൻ്റെ ഓർമ്മ. 3800-4000 ഒക്കെയാണ് ആ സമയത്ത്. പക്ഷേ ഇപ്പോൾ പീട്ടൺ ഗ്രെനാരോ പീട്ടൺ എന്നാണ് ഈ മോഡലിൻ്റെ പേര്. ഇപ്പോൾ ഈ മോഡലില്ല. ഞാനിപ്പോൾ 2ാം പാർട്ടി തീർക്കണം എന്ന് പറഞ്ഞിട്ട് കുറേ നോക്കി. കാരണം അത് ഭയങ്കര ക്വാളിറ്റി ഇതിൽ വോയിസ് ഭയങ്കര ക്ലാരിറ്റിയാണ്. വേറെ എന്താ വെച്ചാൽ കുറച്ച് അപ്പുറത്ത് എന്തെങ്കിലും പരിപാടി നടക്കുകയാണെങ്കിൽ കൂടി ഈ മൈക്ക് നോയ്സ് കറക്റ്റാക്കി തരും. അത്രയ്ക്ക് നല്ല മൈക്കായിരുന്നു. നമ്മൾ ഓൺലൈനിൽ എടുക്കുന്ന സാധനങ്ങളല്ല, ഇതിൻ്റെ വാറണ്ടി എങ്ങനെ ചെയ്യാന്ന് അറിയില്ല. അപ്പോൾ അത് കാരണം ഇത് ഉപയോഗിക്കാൻ പറ്റണ്ടേ. 1 വർഷം ആയപ്പോഴേക്കും നമുക്ക് ആ പൈസ മുതലായി വരണം. അപ്പോഴേക്കൊക്കെ പിന്നെ കുഴപ്പമില്ലാത്തൊരു വീഡിയോ വ്യൂ ഒക്കെ വരുന്നുണ്ട്. നമുക്കൊരു സമാധാനമുണ്ട്. ഇത് കേടുവന്നാലും കുഴപ്പമില്ലാന്നുള്ള രീതിക്ക് നമുക്ക് മാക്സിമം ഉപയോഗിക്കാൻ പറ്റി. അതങ്ങനെ ഒന്ന്. ഇനി അടുത്തത് പിന്നെയാണ് വില കൂടിയൊരു സാധനമായിട്ടാ. കണ്ടില്ലേ, ഇതൊരു അടിപൊളി സാധനമാണ്. ഇത് എല്ലാവർക്കും ഉപയോഗിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതൊക്കെ കണ്ടില്ലേ, ഇതിൽ ഫോൺ വെച്ചാലോട്ടോ അത് കറക്റ്റായിട്ട് അറിയാം. ഫോൺ വെച്ച് കഴിഞ്ഞാൽ ഇത് വർക്കാവും, മറ്റേത് വർക്കാവില്ല. ചാർജില്ല, ഇത് ചാർജില്ല. കാരണം ഇത് 7000 രൂപ അന്ന് 6400 6200 കൊടുത്തിട്ട് വാങ്ങിയ സാധനം. പക്ഷെ ഇത് എന്താ വെച്ചെങ്കിൽ നമ്മളെ കൈ എങ്ങനെ കൈ ഇളകി കഴിഞ്ഞാലും അല്ലേ, എങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഈ സാധനം കറക്റ്റായിട്ട് ഫോണിന് അങ്ങനെ സ്റ്റെബിലിറ്റി ആയിട്ട് ഇങ്ങനെ നിർത്തും. എങ്ങനെ നമ്മുടെ കൈ അനങ്ങി കഴിഞ്ഞാലും സ്ക്രീനിൽ നമ്മൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ വീഡിയോന് ഭയങ്കര ക്വാളിറ്റി ആയിരിക്കും. ഒരു ഷെയ്ക്ക് കാര്യങ്ങളൊന്നും വരില്ല. നല്ല സാധനമായിരുന്നു. പക്ഷേ ഇതും ഈ പറഞ്ഞത് 1 വർഷത്തിനടുത്ത് ഇതും ഉപയോഗിക്കാൻ പറ്റുള്ളൂ.
അപ്പോൾ ഇതിനെന്താണ് പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫോണ് ഇങ്ങനെ കറക്റ്റായിട്ട് ഉത്തരങ്ങൾ കാണിക്ക് തപ്പത്തര ഫോൺ ഇതെങ്ങനെ ഇങ്ങനെ ഫോൺ പിടിച്ചിട്ടാണ് നമ്മൾ വീഡിയോ എടുക്കുക. അത് ഇങ്ങനെ ആയിട്ടുണ്ടാവും, ഇങ്ങനെ നിൽക്കും. അപ്പോൾ വീഡിയോ മൊത്തത്തിൽ ഒരു സൈഡ് ചെരിഞ്ഞിട്ട് അങ്ങനെ ആയിപ്പോയി. അപ്പോൾ അതെന്താ വെച്ചെങ്കിൽ ഈ ഭാഗത്ത് ഇത് ഫോൺ വെച്ച് കറക്റ്റ് ലെവൽ ചെയ്തതിന് ശേഷം അത് പവർ ഓൺ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് അമ്മൂക്ക് വീഡിയോ എടുക്കുന്ന സമയത്ത് അമ്മൂനെ അറിയില്ല, അമ്മ ഇത് ഓണാക്കി വെച്ചിട്ടൊക്കെ അത് ഫോൺ പിടിപ്പിക്കും. അതേമാതിരി ഫോൺ അഴിച്ചെടുക്കുന്ന സമയത്തും ഇത് പവർ ഓഫ് ചെയ്തതിന് ശേഷം ഇത് അഴിച്ചെടുക്കാൻ പാടില്ല. അവരിത് ഓണാകുന്ന സമയത്ത് തന്നെ ഇവിടെ ഇങ്ങനെയൊക്കെ പിടിച്ചിട്ടൊക്കെ ഫോൺ അഴിച്ചെടുക്കും. അപ്പോൾ അങ്ങനെ ഇതിൻ്റെ ചെറിയ ഫൈബറിൻ്റെ അങ്ങനെ പൽച്ചക്രങ്ങളൊക്കെ ആയിരിക്കില്ല ഇത്. അപ്പോൾ ഇതിന് താങ്ങാൻ പറ്റാണ്ടാണ്. കുറേ കഴിഞ്ഞപ്പോഴേക്കും ഇതിൻ്റെ ഒരു സൈഡ് വലിവ് വന്നു. ഇതിന് ഭയങ്കര പ്രത്യേകതയില്ല കേട്ടോ. ഇതിങ്ങനെ നിസ്സാരമായിട്ട് പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചെങ്കിൽ നമ്മളിതിങ്ങനെ ഫോൺ ഇതിൽ വെച്ചിട്ട് ഇങ്ങനെ ഒരിടത്ത് വെച്ചിട്ട് ഓണാക്കിയിട്ട് ഇതിൽ ഓട്ടോ ഫോക്കസ് പറഞ്ഞൊരു സംഭവമുണ്ട്. ഓണാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മളൊന്നും അറിയണ്ട. അത് ഞാൻ പറയുന്നത് ആ ട്രൈപാഡിലൊരു റിമോട്ട് ഉണ്ട്. ആ റിമോട്ടിൽ ഇത് ഓണാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സംഭവം നമ്മൾ തന്നെ ഫോക്കസ് ചെയ്യും. നമ്മൾ എവിടേക്ക് നീങ്ങി കഴിഞ്ഞാലും അപ്പോൾ ഫോൺ നമ്മളിങ്ങനെ പിന്തുടരും. നമ്മൾ ബാക്കോട്ട് വരാൻ പറ്റുമെന്ന് അറിയില്ല. ഫ്രണ്ട് കൂടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എവിടേക്ക് പോയാലും നമ്മളെ കറക്റ്റായിട്ട് നമ്മുടെ ഫേസ് പോകാത്ത രീതിക്ക് കറക്റ്റ് ഫോക്കസ് ചെയ്യും. ചിലർ ചോദിക്കില്ലേ ആരാണ് വീഡിയോ എടുക്കണം, ആരാണ് എവിടെയെങ്കിലും നമ്മളൊരു ഓടത്ത് വെച്ച് കഴിഞ്ഞു വെച്ചാൽ അപ്പോൾ നമ്മൾ അടുക്കളയുടെ അവിടേക്ക് നമ്മുടെ കൈയും മുഖം എവിടേക്കാണോ വരുന്നത് അവിടേക്ക് ഇത് വരും കേട്ടോ, എന്താ വരും. പക്ഷെ ഇനി ഇതേപോലത്തെ ഒന്ന് എടുക്കണം എന്നുണ്ട്. പക്ഷെ ഇതിന് ഇപ്പോൾ ഇതിന് ഇല്ലാലേട്ടാ. ഇങ്ങനത്തെ എടുക്കണം. ഒരു ചൈനക്കാരുടെ പേര് വായിക്കാൻ കിട്ടാത്തൊരു പേരാണ്. അപ്പോൾ അതിൻ്റെ കാലാവധി തീർന്നതിന് ശേഷം പിന്നെ നമ്മൾ എടുത്ത സാധനം ഇതാ കേട്ടോ. ഇത് 1XS ആണ്. ഇത് 1XS ആണ്. ഇത് ഉപയോഗിക്കാൻ മറ്റേ നമ്മൾ സാധാരണ സെൽഫി സ്റ്റിക്ക് ഉപയോഗിക്കില്ലേ, ഇങ്ങനെ അതാണ് സാധനം. അതാണ് ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ചും കൊണ്ടിരിക്കുന്നത് കേട്ടോ. അതിന് ഇത് അങ്ങനെയാണ് പറഞ്ഞിട്ട് കാര്യമില്ല. അല്ലത് ഇതൊക്കെ ഉള്ള തന്നെയാണ്. ചാർജ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ സ്റ്റെബിലിറ്റിയൊക്കെ കിട്ടുന്ന സാധാരണ സെൽഫി സ്റ്റിക്ക് ഇങ്ങനെ ആകുമ്പോൾ അത് പോവില്ലേ, അതൊന്നും പോവില്ല. സ്റ്റെബിലിറ്റി ഒന്നും പോവില്ല. ഇത് കൺട്രോൾ ചെയ്യുന്നൊരു സാധനമാണ്. പവർ ഓൺ ചെയ്യാൻ ഒരു സ്വിച്ച് ഉണ്ട്. ഇതിന് വലിയ വിലയൊന്നും ഇല്ല കേട്ടോ. ഇത് 2200 രൂപയ്ക്കൊന്നും വിലയില്ല. 1800 അത് വേറെ, അത് എടുക്കില്ല. 2200 രൂപയ്ക്ക് വിലയില്ല. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല ഉപയോഗിച്ചു കേട്ടോ. ഇതിനാണ് നമ്മൾ ഒട്ടുമിക്ക റീലും കാര്യങ്ങളൊക്കെ. ഇതാണ് ഇത്രയും എന്താ വാങ്ങിയിട്ട് ഇതാണ് ഏറ്റവും നല്ല. ഒരുപാട് നിന്നു കേട്ടോ. 2 വർഷത്തിന് മേലെ നമ്മളത് ശരിക്കും ഉപയോഗിച്ചു. നമ്മൾ ഇൻസ്റ്റയിലൊക്കെ റീലിട്ട് തുടങ്ങുന്ന സമയം തൊട്ടിട്ട് മൂപ്പരാണ് അതിൻ്റെ പിന്നിൽ പണിയെടുക്കാറുള്ള ആൾ. നല്ല സുഖമാണ് ഹാൻഡിൽ ചെയ്യാൻ. പുതിയതായിട്ട് വീഡിയോ ഒക്കെ ചെയ്യുന്നവർക്കൊക്കെ ശരിക്കും ഉപയോഗപ്പെടുന്നത് അതിൻ്റെ പേര് ശരിക്കും ഉപയോഗപ്പെടുക ഇതാണ്. കാരണം ഇത് പഠിക്കുക തന്നെ വേണം. കാരണം ഇത് ഉപയോഗിക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. ഇതൊന്നും തുടക്കക്കാർക്കൊന്നും പറ്റില്ല. കാരണം അത് ഇങ്ങോട്ട് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അങ്ങോട്ട് പോകും. അത് അങ്ങോട്ട് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വിച്ച്. പക്ഷേ ആരും ഇല്ലെങ്കിലും നമുക്ക് സ്വയം പഠിച്ചു കഴിഞ്ഞാൽ വീഡിയോ കൺട്രോളാണ്. ഈ കൺട്രോൾ നമുക്ക് വിചാരിച്ചതിൻ്റെ ഇത് കിട്ടില്ല. ഇത് 4 വർത്തേക്കും എല്ലായിടത്തേക്കും ഇതിങ്ങനെ തിരികെ മറിയും ചെയ്യുന്നൊരു സാധനം. അപ്പോൾ ഇത് കൺട്രോൾ ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇത് ഓട്ടോമാറ്റിക്കലി വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഉപയോഗമാണ്. നമ്മൾ മാനുവലി നമ്മൾ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. അത് അറിയുന്നവർക്ക് മാത്രമേ ചെയ്യാൻ പറ്റൂ. എല്ലാവർക്കും സുഖമായിട്ട് കൈകാര്യം ചെയ്യുക. അതേപോലെ അത് എങ്ങനെ നിർത്താം. ഇതും ഇതേപോലെ നിർത്തി വീഡിയോ എടുക്കുമ്പോൾ നമ്മുടെ മുഖം ഇതൊന്നും ചെയ്യില്ല കേട്ടോ. ഇത് വടിപോലൊക്കെ നിൽക്കല്ലോ. ഇതൊന്നും ചെയ്യില്ല. ഓരോടത്ത് നിൽക്കുന്ന പറ്റും. പക്ഷെ ഇതങ്ങനെയില്ല. ഇതിൻ്റെ ഫോണ് പിടിപ്പിക്കുന്ന ഭാഗം ഇപ്പം ഇതിനിടയ്ക്ക് നമ്മളൊരു ലൈവ് പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഈ സാധനം മറിഞ്ഞു. കാരണം ഇതിൻ്റെ ഫോൺ അങ്ങനെ താങ്ങാനുള്ള ശേഷിയൊന്നുമില്ല. ചെറിയ കൈയും കാലുമാണ്. ഇത് നിന്നോളന്നില്ല. അപ്പം അമ്മ എന്തോ ഒരു സാധനം ഫോൺ നീക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ എന്തോ ചെയ്തിട്ട് ഇത് ഞാൻ ബുക്കെന്തോ വെയിറ്റൊക്കെ ഇങ്ങനെ വെച്ച് നിർത്തിയത്. കാരണം അമ്മ വന്നൊരു സാധനം നീക്കി വെച്ചു. അങ്ങനെ ഇത് ഫോണും ഈ സാധനം കൂടി താഴത്തേക്ക് വീണ് ഇതിൻ്റെ ഒരു പിടി പൊട്ടിപ്പോയി. അപ്പോൾ ഫോണിതിൽ വെക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഇതിന് റെസ്റ്റായി. അപ്പോൾ നമ്മൾ ഇതേപോലത്തെ നല്ലതാട്ടോ. അതൊരു വാങ്ങാൻ പറ്റിയ തുടക്കക്കാർക്ക് വാങ്ങാൻ പറ്റിയ സംഭവമാണ് കേട്ടോ. വലിയ വിലയില്ല. ഇപ്പോൾ നമ്മൾ 1800 രൂപയുടെ സാധനം വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അതേ സെയിം സാധനം. ഇത് തുടക്കത്തിൽ വാങ്ങുമ്പോൾ 2200 ഉണ്ട് വെച്ചെങ്കിലും ആണെച്ചെങ്കിലും ഇപ്പോൾ അത് 1800 കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് ഇതിൻ്റെ സെയിം സാധനമാണ്. പക്ഷേ ഇത് കമ്പനി പേരൊക്കെ മാറ്റുണ്ടാവും. ഇതിൽ പേരിലൊന്നും കാര്യമില്ല. ഇതൊക്കെ ചൈനയിൽ നിന്ന് വരുന്ന സാധനങ്ങളാണ്.
ഇതൊക്കെ കണകുണമെന്ന് പല പേരും പല പെട്ടിയിലും വരുന്നുണ്ട്. അപ്പോൾ എല്ലാ സാധനവും ഇപ്പൊ വാങ്ങിക്കുന്നത് 1800 കേട്ടോ. അത് 800 രൂപയുടെയാണ്. അതും ഇതേപോലെ സെയിം സാധനമാണ്. ചാർജ് സുഖമായിട്ട് നമുക്ക് ഒരു മണിക്കൂറും 1-2 മണിക്കൂറൊക്കെ സുഖമായിട്ട് ചാർജ് കിട്ടും. നമുക്കൊരു വീഡിയോ ഒക്കെ സുഖമായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മൈക്കിൻ്റെ ഉണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞേ ഗ്രേനാരാവുന്നുള്ളത് ഇതാണ് ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇതും പ്രശ്നം തന്നെയാണ്. കാരണം ഇത് അല്ലേ, ഇത് റിസീവർ ഇടാനും ഇത് 2 മൈക്ക് ഇടാനുള്ളതാണ്. ഇപ്പോൾ ഈ മൈക്ക് ഇടുന്ന ഭാഗത്ത് ഒരു മൈക്ക് ചാർജ് ആവും, ഒരു മൈക്ക് ചാർജ് ആവുന്നില്ല. ഇത് വാങ്ങിയിട്ട് കുറച്ചായിട്ടുള്ളൂ, 6 മാസമായി ഇത് വാങ്ങിയിട്ട്. 1 വർഷം ആവാറായി ഓർമ്മയില്ല ഏത് കുറച്ചായി. ഇത് ഒരുപാടായിട്ടില്ല, ഇത് വാങ്ങിയിട്ട് കുറച്ചേനും ആയിട്ടുള്ളൂ. ഏകദേശം 1 വർഷം ആയിട്ടുണ്ടാവും ചിലപ്പോൾ. പക്ഷെ ഇത് താഴെ ഇതിന് കുഴപ്പമില്ല, അത് താഴെ വീണ് കറണ്ട് മക്കളൊക്കെ എടുക്കുമ്പോഴേ എന്താ വെച്ചാൽ ഇതിലിങ്ങനെ മാഗ്നറ്റിലാണ് നമുക്ക് കാണിച്ചു കൊടുക്കും. പൊട്ടിയിട്ട് അങ്ങനെ പൊളിഞ്ഞ് വരും, 2 ഭാഗമായിട്ട് വരും കേട്ടോ. നല്ല അവിടെ ഇങ്ങനെ ഇതിൻ്റെ ഫ്രണ്ടത്തെ ഒരു പീസ് ഇങ്ങനെ നടന്നു വന്നിട്ട് ഇതിൻ്റെ ഉള്ളിലത്തെ ലൈറ്റൊക്കെ ഇങ്ങനെ പുറത്തേക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിന് ക്വാളിറ്റി ഇല്ല, സംഭവം ബിൽഡ് ക്വാളിറ്റി ഇല്ലാത്തൊരു സാധനമാണ്. പിന്നെ എന്താ വെച്ചാൽ ബിൽഡ് ക്വാളിറ്റി മാത്രമല്ല, അതുള്ളൂ നോയ്സൊക്കെ കറക്റ്റാണ്, അതൊന്നും വലിയ കുഴപ്പമില്ല. പിന്നെ ഇപ്പോൾ ഓഫാവെന്ന് പറയാൻ പറ്റില്ല, ഇതും കാലാവധി തീർന്നിരുന്നു. അപ്പോൾ ഇതും അടുത്ത് വാങ്ങാനായിട്ടുണ്ട്. നമ്മളൊരു കാര്യത്തേക്ക് ഇറങ്ങുമ്പോൾ ഇങ്ങനെ വീഡിയോന് ക്വാളിറ്റി കിട്ടണം പറഞ്ഞാൽ അതിനനുസരിച്ച് സാധനങ്ങൾ വാങ്ങി കൂട്ടിയേ പറ്റൂ, വാങ്ങാതിരിക്കാൻ പറ്റില്ല. ഇത്രയും സാധനങ്ങൾ ഇതല്ലാണ്ട് നമ്മൾ ഇതിനു മുന്നേ വേറെ മൈക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതെന്താ എന്താ ഒരു പേര് ഓർമ്മയില്ലാത്തൊരു പേരാട്ടോ. അതും ഏകദേശം ഇതിൻ്റെ റൗണ്ട് ഡിസൈൻ ആയിരുന്നു. അത് നല്ലൊരു പക്ഷേ എന്താ വെച്ചെങ്കിൽ അതിൻ്റെ സൗണ്ട് കട്ടായിട്ട് ഇങ്ങനെ വരിക, ഒരു ചലമ്പിക്കുന്ന സൗണ്ട് പോലെ വരും, കട്ടാവും, വോയിസ് ഇങ്ങനെ കട്ടാവും. വീഡിയോ എടുക്കുന്ന സമയത്തൊക്കെ ചിലപ്പോൾ ഏത് ഭാഗമാണ് കട്ടായി മിസ്സാവുമെന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ചിലപ്പോൾ കാര്യപ്പെട്ടത് എന്തെങ്കിലും കുക്ക് ചെയ്യുന്ന സമയത്ത് പ്രധാനപ്പെട്ട എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ അതൊക്കെ പോയിട്ടുണ്ടാവും. ചിലപ്പോൾ എഡിറ്റിംഗ് ചെയ്യുമ്പോൾ പകുതി മുറിഞ്ഞു വരിക എന്നൊക്കെ പറയില്ലേ, അത് എന്താ വേണ്ട കാര്യങ്ങൾ പറയാൻ നിൽക്കുമ്പോഴേക്കും മൈക്കിന് ഇതിലൊന്നല്ലെങ്കിൽ ഇത് ഓഫാവും. അപ്പോൾ ഞാൻ പറയുന്നത് പകുതി മുറിഞ്ഞു പോവും. അപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോഴായിരിക്കും ഏട്ടൻ പറയാം വാലും തലയില്ലാണ്ടാണ് സംസാരിക്കുന്നത്. പിന്നെ എക്കോ വരും, നമ്മൾ കാര്യം പറയുമ്പോൾ ഇങ്ങനെ അലച്ചലച്ച് വരില്ല, അങ്ങനെ എക്കോ വരും. അങ്ങനെയൊക്കെയുള്ള പല പ്രശ്നങ്ങളും അതിനുണ്ടായിരുന്നു. ഓളോമാക്സ് അങ്ങനെ എന്താണ് അതിൻ്റെ പേരെന്നാണ് എനിക്ക് ഓർമ്മ. ആ ഒരു സാധനം മാറ്റിയിട്ടാണ് ഇതെടുത്തത്. ഇതെടുക്കുമ്പോൾ ഇതിന് പിന്നെ പ്രശ്നങ്ങളൊന്നുമില്ല, സൗണ്ടിനൊക്കെ കുഴപ്പമില്ലാത്ത ക്ലാരിറ്റി കിട്ടുന്നുണ്ട്. ലൈഫിൻ്റെ കാര്യത്തിലാണ് ഈ സാധനത്തിന് ഭയങ്കര പ്രശ്നം. അതെന്താ വെച്ചാൽ എല്ലാം വില കുറഞ്ഞത് നോക്കിയെടുക്കുന്നതിനേക്കാളും കുറച്ച് വില കൂടിയത് എടുക്കുമ്പോൾ 15,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നല്ല മൈക്ക് കിട്ടും. അത് നല്ല ലൈഫുള്ള തന്നെയാണ്. അപ്പോൾ ഒട്ടുമിക്ക എല്ലാവരും ഉപയോഗിക്കുന്നതാണ്. നമുക്ക് പിന്നെ അത്ര വലിയ ബജറ്റിക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് നമ്മളത് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ വയസ്സിന് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സാധനങ്ങൾ. നമ്മുടെ ഫോണ് ഓപ്പോ ആണ്. ഓപ്പോ എന്താ പേര്, ഓപ്പോ റെനോ 10 Pro പ്ലസ് 5G അതിലാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അത് പക്ക ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ റീലൊക്കെ കണ്ടറിയില്ലേ, നല്ല അടിപൊളിയല്ലേ, നല്ല ക്ലാരിറ്റി ഇല്ലേ. അപ്പോൾ അതിലാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. എഡിറ്റ് ചെയ്യുന്നതും നമ്മൾ നമ്മുടെ ആ ഫോണിൽ തന്നെയാണ് എഡിറ്റ് ചെയ്യുന്നതും പോസ്റ്റ് ചെയ്യുന്നതും ഒക്കെ ആ ഫോണിലാണ് കേട്ടോ. പിന്നെ നമ്മൾ എഡിറ്റ് ചെയ്യുന്നത് ആപ്ലിക്കേഷൻ ഏതാണെന്ന് കുറേ ആൾക്കാർ ചോദിച്ചത്. എഡിറ്റ് ചെയ്യുന്നത് VN എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷനാണ്. അതിലാകുമ്പോൾ വാട്ടർമാർക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. മറ്റേതെന്താ വെച്ചെങ്കിൽ അതിൻ്റെ മേലെ ഏത് ആപ്ലിക്കേഷനാണോ ചെയ്യുന്നത് ആ ഒരു അടയാളം ഇങ്ങനെ അതിൽ വരും. അപ്പോൾ അതാകുമ്പോൾ അതൊന്നും ഉണ്ടാവില്ല. ഉണ്ടാവും, അതിലൊക്കെ വാട്ടർമാർക്ക് വരും. ഇതാകുമ്പോൾ വാട്ടർമാർക്കൊന്നും ഉണ്ടാവില്ല. പിന്നെ സുഖമായിട്ട് എഡിറ്റ് ചെയ്യുക, അതിൻ്റെ പ്രശ്നമില്ലാത്തൊരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ യൂട്യൂബിലുള്ള പണി സാധനങ്ങൾ. എന്താ യൂട്യൂബിലല്ല വീഡിയോ എടുക്കാനുള്ളത് നമ്മുടെ പണി സാധനങ്ങൾ. അല്ല ചിലവരിങ്ങനെ പറയും തുടങ്ങണം എന്നുണ്ട്, ധൈര്യമായിട്ട് തുടങ്ങിക്കോളൂ, എന്തിനാ നമ്മൾ മടിക്കുന്നത്? നമ്മളല്ല മടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു കാര്യം കേട്ടോ. നമ്മൾ പിന്തിരിപ്പിക്കാൻ ഒരുപാട് പേരുണ്ടാവും, പിന്തിരിപ്പിക്കാനുള്ള കാരണങ്ങൾ ഒരുപാടുണ്ടാവും. അതിലേക്ക് വന്ന് ഇതിൽ ധൈര്യമായിട്ട് നമുക്കതിൽ നിൽക്കാനുള്ളൊരു അവസ്ഥയ്ക്ക് എത്തുക എന്ന് പറയുമ്പോൾ തന്നെ തുടക്കത്തിലൊന്നും പറ്റില്ല. പിന്നെ പിന്തിരിക്കാൻ ഒരുപാട് സാഹചര്യങ്ങൾ വരും. അത് ആൾക്കാരുടെ മാത്രമല്ല കേട്ടോ, യൂട്യൂബിൻ്റെ ഭാഗത്ത് തന്നെ നമ്മളിപ്പോൾ ഒരു വീഡിയോ ഇട്ടു എന്ന് പറഞ്ഞിട്ട് നമ്മളൊന്നും ആയി തീരില്ല. നമ്മൾ 500-നും മേലെ വീഡിയോ ഇട്ടതിന് ശേഷമാണ് 500 എത്ര ഓർമ്മ ഉണ്ടോ, 500-നും മേലെ വീഡിയോ ഇട്ടതിന് ശേഷമാണ് നമ്മൾ ട്രാക്കിലെത്തിയത്. അപ്പോൾ 500 എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഒരു വീഡിയോ ഇടും.
ഇറങ്ങിത്തിരിക്കുക തന്നെ വേണം. കാരണം 1-2 ദിവസം കൊണ്ട് നമ്മളൊന്നും ആയി തീരില്ല. ഉറക്കം പോവും, ഉറക്കം എല്ലാം പോകും. നമ്മുടെ സമാധാനം ഫുള്ള് ഇതിൽ പോവും. അപ്പോൾ താല്പര്യമുള്ളവർക്കൊക്കെ ചെയ്തു തുടങ്ങാം. എന്തിനാ മടിക്കണേ? മടിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഇതിലിറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പിന്നോട്ട് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം കാണുന്നവരൊക്കെ ഇങ്ങനെ ഓരോ കമൻറ്റ് പറഞ്ഞുകൊണ്ടിരിക്കും, കളിയാക്കും, നാലാൾ കൂടുന്നിടത്ത് കല്യാണങ്ങൾക്കോ 4 ആൾ കൂടുന്നിടത്തോ പോകാൻ ബുദ്ധിമുട്ടാവും. അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. നമ്മൾ എന്തെങ്കിലും ആയിത്തീരുമ്പോൾ മാത്രമേ നമുക്ക് വില ഉണ്ടാവും. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊരു കോമാളിയുടെ രീതിക്കായി പോകും. അപ്പോൾ അത് നമുക്ക് ഒരുപാട് അനുഭവിച്ചതാണ്. നമുക്ക് എവിടേക്കും പോകാൻ പറ്റാത്തൊരു സാഹചര്യം ഒരുപാട് വന്നിട്ടുണ്ട്. ഇപ്പോൾ പിന്നെ കുഴപ്പമില്ല, പക്ഷേ ഇതിന് മുന്നേ നമ്മൾ ഒരുപാട് വിഷമിച്ചാണ്. അപ്പോൾ അതുകൊണ്ട് താല്പര്യമുള്ളവർക്കൊക്കെ വരാൻ പറ്റിയ മേഖല തന്നെയാണ്. പ്രശ്നങ്ങളൊന്നുമില്ല. കുറേ നെഗറ്റീവ് കമൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നുള്ളൂ. എപ്പോഴും ടെൻഷൻ കുറവൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇതിനെക്കുറിച്ച് തുടക്കക്കാരോട് പറയാനുള്ളത്. എന്നേക്ക് ആദ്യം അനിയേട്ടൻ വീഡിയോ എടുക്കാൻ വിളിക്കുമ്പോഴേ ഞാൻ കരഞ്ഞിട്ടുണ്ട്. ഇവിടെ എങ്ങനെ കരഞ്ഞിട്ടുണ്ട്. എനിക്കാരും അറിയണ്ടോ, എന്നാരും കാണണ്ടോ പറഞ്ഞിട്ടില്ലേട്ടാ. എനിക്ക് ഇഷ്ടേ ഉണ്ടായിരുന്നില്ല കേട്ടോ ഈ ക്യാമറയുടെ മുമ്പിലേക്ക് വരാൻ. ഞാൻ മടിച്ച് മാറിപ്പോയിട്ട് അവൾ അച്ഛനടക്കം ചീത്ത പറഞ്ഞിട്ടുണ്ട്. അവൾക്ക് ഇഷ്ടമല്ലെങ്കിൽ എന്തിനാ അവളെ വീഡിയോയുടെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് പറഞ്ഞിട്ട്. അപ്പം അതുപോലെയൊക്കെ ഒരു പക്ഷെ നിങ്ങൾക്കും ഉണ്ടാവും. ഒരുപാട് പേര് ചാനൽ തുടങ്ങിയിട്ടും 1-2 വീഡിയോ ഇട്ട് നിൽക്കുന്നവർ ഒരുപാട് പേരുണ്ട്. നമ്മുടെ തുടക്കത്തിലൊക്കെ വീഡിയോ എടുക്കാൻ ആളില്ലാണ്ട് ഞാൻ തന്നെ ഒറ്റയ്ക്ക് എത്രയോ വീഡിയോ എടുത്ത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ചൊക്കെ അതിലുണ്ടുകൊണ്ട് കുറേയൊക്കെ ഞാൻ കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും താല്പര്യമുള്ളവരൊക്കെ ചെയ്തോളൂ. നല്ല റിസൾട്ട് എല്ലാവരും കിട്ടട്ടെ. നടക്കാം.